2009 മാർച്ച് 27 ട്രേസി, കാലിഫോർണിയ. സാൻഡ്ര എന്ന പെൺകുട്ടി പതിവ് പോലെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തി. അതിനുശേഷം എല്ലാ കുട്ടികളെയും പോലെ ഞാൻ പുറത്തുപോയി കുറച്ചു നേരം കളിച്ചോട്ടെ എന്ന് അമ്മയോട് ചോദിച്ചു. അയലത്തെ കുട്ടികളെല്ലാം ഇങ്ങനെ പോയി കളിക്കുന്നത് പതിവായതുകൊണ്ട് തന്നെ സാൻഡ്രയുടെ അമ്മ സമ്മതം മൂളി. സാൻഡ്രയെ അവളുടെ അമ്മ അവസാനമായി ജീവനോടെ കാണുന്നതും അപ്പോഴാണ്. അങ്ങനെ സാൻഡ്ര വളരെ സന്തോഷത്തോടെ ഓടിച്ചാടി കളിക്കാൻ പോയി. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. നേരം സന്ധ്യയായിട്ടും സാൻഡ്ര തിരികെ വീട്ടിലെത്തിയില്ല. ഒരുപക്ഷെ നേരം പോയതറിയാതെ സാൻഡ്ര അയലത്തെ വീട്ടിൽ കളിച്ചിരിക്കുകയായിരിക്കുമെന്ന് കരുതി സാൻഡ്രയുടെ അമ്മ അയലത്തുള്ള വീടുകളിലേക്ക് കോൾ ചെയ്തു. പക്ഷെ അവരെല്ലാം കുറച്ചു നേരം മുമ്പ് സാൻഡ്ര ഇവിടുന്ന് പോയെന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ അവർ എല്ലായിടത്തും സാൻഡ്രയെ തേടിയെങ്കിലും അവളെ കാണാനില്ല. പിന്നീട് സംഭവ സ്ഥലത്തേക്ക് എത്തിയ പോലീസ് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെയുള്ള സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്ത പോലീസ് ഒരു വിഷ്വൽ കണ്ട് അമ്പരന്നു പോയി. സാൻഡ്രയ്ക്ക് എന്താണ് സംഭവിച്ചത്? ആരായിരുന്നു അതിനു പിന്നിൽ? എന്തായിരുന്നു അതിനുള്ള വിചിത്രമായ കാരണം? ഇതെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. മാർച്ച് 8 ഡാനിയലിന്റെയും മരിയയുടെയും മകളായി സാൻഡ്ര ജനിച്ചു. കാലിഫോർണിയയിലെ ട്രേസിയിൽ അമ്മയ്ക്കും അച്ഛനും 3 സഹോദരങ്ങൾക്കുമൊപ്പം അവൾ സന്തോഷത്തോടെ ജീവിച്ചു വന്നു. എല്ലാവരോടും ചിരിച്ചിടപഴകുന്ന സാൻഡ്ര വളരെ എനർജറ്റിക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നതും പോലീസ് വന്ന് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്നതും. അങ്ങനെ സാൻഡ്രയുടെ വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന CCTV ക്യാമറയിൽ അവളുടെ അവസാന നിമിഷങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. സാൻഡ്ര കളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ റോഡിന്റെ മറുവശത്ത് നിന്നും സാൻഡ്രയെ ആരോ വിളിക്കുന്നു. ഇത് കണ്ട സാൻഡ്ര വീട്ടിൽ കയറാതെ അവരുടെ അടുത്തേക്ക് നടന്നു പോകുന്നു. പക്ഷെ വിളിച്ചതാരാണെന്ന് ക്യാമറയുടെ ഫ്രെയിമിൽ കാണാൻ കഴിയുന്നില്ല. പിന്നീട് സാൻഡ്രയും ക്യാമറയുടെ ഫ്രെയിമിൽ നിന്ന് അകന്നുപോയി. അതിനുശേഷമാണ് സാൻഡ്രയ്ക്ക് എന്തോ സംഭവിച്ചത്. അടുത്ത ദിവസം സാൻഡ്രയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കി. ഹെലികോപ്റ്റർ, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സഹായത്തോടു കൂടി പോലീസ് തിരച്ചിൽ ശക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥർ പരമാവധി എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാനും തുടങ്ങി. മാത്രമല്ല ടെലിവിഷൻ, ന്യൂസ് പേപ്പർ എന്നീ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സാൻഡ്രയെ പറ്റി എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് $20,000 റിവാർഡും പ്രഖ്യാപിച്ചു. ഈ സമയത്താണ് സാൻഡ്രയുടെ അമ്മയ്ക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് റിസീവ് ആയത്. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: പോലീസിനെ അറിയിക്കൂ, ഇന്ന് വൈകിട്ട് 4 മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്തോ മിസ്സിംഗ് ആയി. സാൻഡ്രയുടെ കേസിൽ ഇതെന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു. ഈ മെസ്സേജ് അയച്ചത് സാൻഡ്രയുടെ നെയ്ബർ മെലിസയായിരുന്നു. മെലിസയ്ക്ക് ഒരു പെൺകുട്ടിയുണ്ട്. മെലിസയുടെ മകളും സാൻഡ്രയും ഫ്രണ്ട്സ് ആണ്. അടുത്തുള്ള ഒരു ചർച്ചിൽ സൺഡേ സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുകയാണ് മെലിസ. സാൻഡ്ര മിസ്സിംഗ് ആയ അതേ ദിവസം മെലിസയുടെ വീട്ടിൽ നിന്നും ഒരു സ്യൂട്ട് കേസ് മിസ്സിംഗ് ആയിരുന്നു. ഇതും സാൻഡ്രയുടെ കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസിനെ അറിയിക്കാനെന്ന് പറഞ്ഞ് സാൻഡ്രയുടെ അമ്മയ്ക്ക് മെലിസയാണ് മെസ്സേജ് അയച്ചത്. പക്ഷേ ആ സമയത്ത് പോലീസ് മറ്റൊരു ലീഡ് ഫോളോ ചെയ്യുകയായിരുന്നതിനാൽ ഈ കാര്യം പോലീസ് കാര്യമായി എടുത്തില്ല. ആ സമയത്ത് പോലീസ് ക്രിയേറ്റ് ചെയ്ത സസ്പെക്ട് പ്രൊഫൈൽ പ്രകാരം 25-നും 45-നും ഇടയിൽ പ്രായമുള്ള ഓൾറെഡി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വൈറ്റ് മെയിൽ ആയിരിക്കാം എന്നാണ്. ശരിക്കും ഈ പ്രൊഫൈൽ പ്രകാരം സാൻഡ്രയുടെ നെയ്ബേഴ്സ് ഒരുപാട് പേർ മാച്ചിങ് ആയിരുന്നു. പക്ഷേ പോലീസിന്റെ ഫോക്കസ് അവരിൽ ഒരാളിലായിരുന്നു. കാരണം 2 വർഷങ്ങൾക്ക് മുൻപ് അയാൾ സാൻഡ്രയുടെ അടുത്ത് വന്ന് സാൻഡ്രയുടെ ലിപ്സിൽ അയാൾ കിസ് ചെയ്തിരുന്നു. ഈ കാരണം കൊണ്ട് അയാളെ സംശയിച്ച പോലീസ് അയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ സാൻഡ്രയുടെ ഡിസപ്പിയറൻസും അയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസ് മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം സാൻഡ്രയുടെ പേരൻസും നെയ്ബേഴ്സും ഒരിടത്ത് ഒത്തുകൂടി സാൻഡ്രയെ ജീവനോടെ തിരിച്ചു കിട്ടാൻ കൂട്ടപ്രാർത്ഥന ചെയ്യുകയാണ്. പെട്ടെന്നാണ് അവരുടെ കൂട്ടത്തിലെ ഒരു സ്ത്രീ മാത്രം ഭയന്ന് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന പോലീസിനെ വിളിച്ചുകൊണ്ടുവന്ന് അവിടെ തറയിൽ കിടന്നിരുന്ന ഒരു ലെറ്റർ കാണിച്ചു കൊടുത്തു. സാൻഡ്രയെ ഒരു മോഷ്ടിക്കപ്പെട്ട സ്യൂട്ട് കേസിൽ ലോക്ക് ചെയ്ത് വൈറ്റ് ഹാൾ ഏരിയയിലുള്ള ഒരു കുളത്തിൽ എറിഞ്ഞുവെന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. ആ കത്ത് കണ്ട് എല്ലാവരും അമ്പരന്ന് നിന്നപ്പോൾ പോലീസ് ഒരു കാര്യം നോട്ട് ചെയ്തു. ആ കത്തിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ബോധപൂർവം വരുത്തിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു അവ. ഫോർ എക്സാമ്പിൾ, ഓൺ എന്നെഴുതുന്നതിന് പകരം ONN എന്നാണ് എഴുതിയിരുന്നത്. ഇതിൽ മറ്റൊരു വിചിത്രമായ കാര്യമെന്തെന്നാൽ ആ കത്ത് കണ്ടുപിടിച്ചത് മറ്റാരുമല്ല, അന്ന് സാൻഡ്രയുടെ അമ്മയ്ക്ക് തന്റെ സ്യൂട്ട് കേസ് കാണാതെ പോയെന്ന് മെസ്സേജ് അയച്ച മെലിസയായിരുന്നു.
ആദ്യം പോലീസ് മെലിസയെ സംശയിച്ചിരുന്നില്ല. കാരണം മെലിസയും ഒരു 8 വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മയാണ്. മാത്രമല്ല സാൻഡ്രയെ എന്തിനവർ ഉപദ്രവിക്കണം. എന്നാൽ പിന്നീട് പോലീസ് മെലിസയെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മെലിസയ്ക്ക് ബൈപോളർ ഡിസോർഡർ എന്ന മാനസിക രോഗമുള്ളതായി പോലീസ് കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ മെലിസയാകാം ആ കത്തെഴുതിയത് എന്ന സംശയത്തിൽ ആ കത്തിൽ പറഞ്ഞിരുന്ന ലൊക്കേഷനിൽ പോലീസ് സെർച്ച് ആരംഭിച്ചു. പക്ഷേ ഡൈവേഴ്സ് എത്ര ശ്രമിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പോലീസിന് ഒരു ഫോൺ കോൾ വന്നു. ആ ഏരിയയിലുള്ള ഒരു ഫാർമർ അവിടെ ഒരു കുളത്തിൽ ഒരു സ്യൂട്ട് കേസ് കിടക്കുന്നു എന്ന് പറഞ്ഞാണ് പോലീസിനെ കോൾ ചെയ്തത്. ആ ക്രൈം സീനിലെത്തുന്നതിന് മുൻപ് തന്നെ ആ സ്യൂട്ട് കേസിൽ എന്താണെന്ന് പോലീസിന് അറിയാമായിരുന്നു. പോലീസ് കരുതിയ പോലെ തന്നെ ആ സ്യൂട്ട് കേസിൽ ഉണ്ടായിരുന്നത് സാൻഡ്രയുടെ ഡെഡ് ബോഡി ആയിരുന്നു. അങ്ങനെ പോലീസ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അയച്ചു. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം എന്തോ ഒരു വലിയ മെറ്റൽ ഒബ്ജക്റ്റ് കൊണ്ട് അടിച്ചാണ് സാൻഡ്രയെ കൊലപ്പെടുത്തിയത്. മാത്രമല്ല ബോഡിയിൽ ഡ്രഗ്സിന്റെ സാന്നിധ്യവുമുണ്ട്. ഈ വാർത്ത കേട്ട സാൻഡ്രയുടെ പേരൻസ് അലറിക്കരഞ്ഞു. ഈ കൊടുങ്ക്രൂരത ചെയ്തത് ആരാണെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. പക്ഷേ പോലീസിന് ആ കൊലയാളി ആരാണെന്ന് അറിയാമായിരുന്നു. അത് മറ്റാരുമല്ല, മെലിസയാണ്. കാരണം ആ സ്യൂട്ട് കേസും മെലിസയുടേതാണ്, ആ കത്തെഴുതിയതും മെലിസയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് CCTV ഫൂട്ടേജ് ആണ്. ആ ഫൂട്ടേജിൽ സാൻഡ്രയെ ആരോ വിളിക്കുമ്പോൾ അവൾ ക്യാമറയുടെ ഫ്രെയിമിന് വെളിയിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് 8 മിനിറ്റുകൾക്ക് ശേഷം മെലിസയുടെ കാർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നത് റെക്കോർഡായിട്ടുണ്ട്. മാത്രമല്ല ഇതിനു മുൻപ് പോലീസ് മെലിസയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 5 മണിക്ക് ഞാൻ ചർച്ചിൽ പോയിട്ട് 6:30 വീട്ടിൽ വന്നതെന്ന് മെലിസ പറഞ്ഞിരുന്നു. അങ്ങനെ പോലീസ് ചർച്ചിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ ഒരു വലിയ മെറ്റൽ ഒബ്ജക്റ്റ് കണ്ടെത്തി. ആ മെറ്റൽ ഒബ്ജക്റ്റിൽ ഒരു ചുവന്ന പാടുണ്ടായിരുന്നു. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് സാൻഡ്രയുടെ DNA മാച്ചായി. ഉടൻ തന്നെ പോലീസ് മെലിസയെ അറസ്റ്റ് ചെയ്യാനായി വീട്ടിലെത്തിയപ്പോൾ മെലിസ വീട്ടിലില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കാരണം പോലീസ് തന്നെ കണ്ടുപിടിക്കുമെന്ന് പേടിച്ച് അവർ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ മെലിസയെ പോലീസ് അറസ്റ്റ് ചെയ്ത് എന്തിനു വേണ്ടിയാണ് ഈ കൊല ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മെലിസ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ന് വൈകുന്നേരം സാൻഡ്രയും എൻ്റെ മകളും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയായിരുന്നു. അങ്ങനെ സാൻഡ്ര ഞങ്ങളുടെ വീട്ടിലിരുന്ന സ്യൂട്ട് കേസിനുള്ളിൽ കയറി ഒളിച്ചു. പക്ഷേ അത് ഞങ്ങളാരും കണ്ടില്ല. അങ്ങനെയാണ് അവൾ ശ്വാസം മുട്ടി മരിച്ചത്. അത് കണ്ട് ഷോക്കായ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നായിരുന്നു മെലിസ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ അത് കള്ളമാണെന്ന് പോലീസിന് അറിയാമായിരുന്നു. കാരണം പോലീസിന്റെ കയ്യിൽ ഓട്ടോപ്സി റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഓട്ടോപ്സി റിപ്പോർട്ടും കയ്യിലുള്ള തെളിവുകളും വെച്ച് പോലീസ് അവരുടെ തിയറി പറഞ്ഞു. സോ പോലീസിന്റെ തിയറി ഇതാണ്: അന്ന് വൈകുന്നേരം മെലിസ സാൻഡ്രയുമായി സംസാരിച്ചിട്ട് ചർച്ചിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് മയക്കുമരുന്ന് കലർത്തി ഡ്രിങ്ക് കൊടുത്തിട്ട് ബോധം പോയ സാൻഡ്രയെ മെലിസ അബ്യൂസ് ചെയ്തു. അതിനുശേഷം ആ മെറ്റൽ ഒബ്ജക്റ്റ് കൊണ്ട് സാൻഡ്രയെ അടിച്ചുകൊന്ന് സ്യൂട്ട് കേസിലിട്ട് ആ കുളത്തിൽ ഉപേക്ഷിച്ചു. മാത്രമല്ല ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആണെന്നും പോലീസ് പറഞ്ഞു. കാരണം മെലിസയുടെ കമ്പ്യൂട്ടറിൽ അതിനുള്ള ആർട്ടിക്കിൾസ് വായിച്ചതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തി. ഒടുവിൽ കോടതി മെലിസയ്ക്ക് പാരോളില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കോടതിയിൽ വെച്ച് നിഷ്കളങ്കയായ തന്റെ മകളെ കൊല്ലാൻ എങ്ങനെ നിനക്ക് തോന്നിയെന്ന് മെലിസയോട് ചോദിച്ചുകൊണ്ട് സാൻഡ്രയുടെ അച്ഛൻ അലറിക്കരഞ്ഞു. പക്ഷേ ഈ കേസിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ചോദ്യം മെലിസ എന്തിനാണ് സാൻഡ്രയെ കൊലപ്പെടുത്തിയത് എന്നതാണ്. ഈ കാര്യം മെലിസയോട് ചോദിച്ചപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, അന്ന് ഞാൻ എന്തിനാണ് സാൻഡ്രയെ കൊലപ്പെടുത്തിയതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല എന്നായിരുന്നു മെലിസയുടെ മറുപടി. സാൻഡ്രയുടെ ആകർഷകമായ പേഴ്സണാലിറ്റിയിൽ അസൂയ മൂത്താണ് മെലിസ ഇങ്ങനെ ചെയ്തതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. സോ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.